അതിക്രൂരമായ ഒരു കൊലപാതകം. ആ കൊലപാതകം നടന്നിട്ട് ഒരു മാസത്തോടടുക്കുന്നു. എന്നിട്ടും പ്രതി അല്ലെങ്കിൽ പ്രതികളാരെ എന്ന് കണ്ടെത്താൻ ഇതുവരെ പോലീസിനായിട്ടില്ല. 20-അംഗ സംഘം വിവിധ സംസ്ഥാനങ്ങളിലടക്കം അന്വേഷണം നടത്തി. ഇതുവരെ എന്നിട്ടും പ്രതിയെക്കുറിച്ചൊരു സൂചന പോലും ലഭിച്ചിട്ടില്ല. പുനലൂരിൽ നിന്ന് കുറച്ച് മാറി ഒരു റബ്ബർ തോട്ടത്തിൽ ഒരു മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തുന്നു. അത് ഏറ്റവും ക്രൂരമായ രീതിയിൽ നടത്തിയ കൊലപാതകം. ആ മധ്യവയസ്കന്റെ കൈകളും കാലുകളും ഒരു റബ്ബർ മരത്തിലേക്ക് കെട്ടി, ചങ്ങല ഉപയോഗിച്ച് കെട്ടി താഴിട്ട് പൂട്ടി. അതിനുശേഷം കൊലപ്പെടുത്തിയ ശേഷം തെളിവ് നശിപ്പിക്കാനായിരിക്കാം ആ മൃതദേഹം കത്തിക്കാനുള്ള ശ്രമവും ഉണ്ടായി. യാദൃശ്ചികമായി അവിടേക്ക് എത്തിയ ഒരു തമിഴ്നാട് സ്വദേശിയായ തൊഴിലാളിയാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. രാവിലെ മുള പറിക്കാൻ വന്നു. ഇങ്ങനെ വന്നപ്പോൾ ബോഡി കണ്ടു. അവിടെ വേറെ ആരും അറിയിച്ചു, പോലീസ് അറിയിച്ചു വന്നു. ഒരു 8-8:30. പുനലൂരിൽ റബ്ബർ മരത്തിൽ കെട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയ മൃതദേഹം ഒരു പുരുഷന്റേതാണ്, ഒരു മധ്യവയസ്കന്റേതാണ്. മാത്രമല്ല അതൊരു കൊലപാതകമാണ്. വാരിയലിന് കുത്തേറ്റിട്ടുണ്ട്. കൊലപാതകത്തിന് ശേഷം മൃതദേഹം കത്തിച്ചു കളയാനുള്ള ശ്രമവും ഉണ്ടായി. ഒരു മധ്യവയസ്കനായാണ് കൊല്ലപ്പെട്ടതെന്ന് മനസ്സിലായിട്ടുണ്ട്. കൊലപാതകം എന്നുള്ള പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. പുനലൂർ സബ് ഡിവിഷണൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ രൂപീകരിച്ചിട്ട് സമഗ്രമായൊരു അന്വേഷണം പോലീസ് നടത്തുന്നതായിരിക്കും. ഒരു കാലിന് അല്പം സ്വാധീനക്കുറവുള്ള വ്യക്തി, അദ്ദേഹമാണ് കൊല്ലപ്പെട്ടതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിൽ ശാരീരിക വൈകല്യങ്ങളുള്ള ആൾക്കാർ പ്രദേശത്തുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം നടത്തി. അങ്ങനെ ഒരു അന്വേഷണത്തിൽ 2 പേരെ കണ്ടെത്താനായി. പക്ഷേ 2 പേർക്കും ഇതുമായി ബന്ധപ്പെട്ട മരിച്ച ഈ 2 പേരല്ല എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുന്നു. പിന്നീട് തമിഴ്നാട്, ആന്ധ്ര, കർണാടക തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തുകയാണ്. സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടി പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തുന്നു. എന്നിട്ടും കൊല്ലപ്പെട്ടത് ആരാണ്, കൊലപാതകി ആരാണ്, ആ കാര്യം കണ്ടെത്താൻ ഇതുവരെ പോലീസായിട്ടില്ല. കൊല്ലപ്പെട്ടത് ആരെന്നെങ്കിലും അറിയട്ടെ. അങ്ങനെയെങ്കിൽ മാത്രമല്ലേ കൊലപാതകയിലേക്ക് എത്താൻ സാധിക്കൂ എന്നുള്ളതാണ് പോലീസിന്റെ ചോദ്യം. അതുകൊണ്ട് തന്നെ DNA പരിശോധന അടക്കം മൃതദേഹത്തിൽ നടത്തുന്നുണ്ട്. അങ്ങനെ ആ മരിച്ച ആളെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് പോലീസ് പങ്കുവെക്കുന്നത്. ഇപ്പോൾ 20-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. പക്ഷേ വരും ദിവസങ്ങളിൽ ക്രൈംബ്രാഞ്ചിലേക്ക് ഈ കേസ് കൈമാറാനുള്ള സാധ്യതയാണുള്ളത്. ക്യാമറമാൻ ഷാനാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.